കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ വഴിയിൽ ഉപേക്ഷിച്ച സംഘം ചെറുവറ്റ സ്വദേശി അർഷാദിനെ വയനാട്ടിലാണ് ഇറക്കിവിട്ടത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന്. സമീർ, അന്വേഷണം നടന്നുവരികയായിരുന്നുവല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഉന്മേഷ്, ശനിയാഴ്ച പുലർച്ചെയാണ് കരുവറ്റ സ്വദേശിയായിട്ടുള്ള അർഷാദിനെ കാണാതാവുന്നത്. ഭാര്യ വീടായിട്ടുള്ള ഈങ്ങാട്ടുപുഴയിലേക്ക് വന്നതായിരുന്നു ഇദ്ദേഹം. പിന്നീട് ഈങ്ങാപ്പുഴയിൽ നിന്ന് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. രാത്രിയാണ് മടങ്ങിയത്. ഒരു സുഹൃത്തിന്റെ വാഹനത്തിലാണ്, കാറിലാണ് മടങ്ങിയത്. പിന്നീട് ഇദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് പിന്നീട് ഫോൺ റേഞ്ചിൽ വരികയും ആ സമയത്ത് മലപ്പുറത്താണ് എന്നും ഒപ്പം തന്നെ ഫോൺ എടുത്തവർ 10 ലക്ഷം രൂപ മോചന ദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു. 10 ലക്ഷം രൂപ തന്നാൽ മാത്രമേ അർഷാദിനെ വിട്ടയക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നീട് ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. പിന്നീട് പല തവണ ശ്രമിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മാത്രമല്ല, താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ യുവാവിനെ ഇറക്കിവിട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പോലീസ് നമുക്ക് അങ്ങനെയാണ് ലഭ്യമാകുന്ന വിവരം. ഏതായാലും വയനാട് വൈത്തിരിയിൽ വെച്ചാണ് ഇപ്പോൾ യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നത്. അർഷാദിനെ 2 ദിവസത്തോളമായിക്കൊണ്ട് ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യം കൂടി പ്രാഥമികമായി പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ യുവാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മെഡിക്കൽ എടുത്ത ശേഷമായിരിക്കും പോലീസ് സ്റ്റേഷനിലേക്ക്, താമരശ്ശേരിയിലേക്ക് കൊണ്ടുവരിക. ഒപ്പം തന്നെ ബന്ധുക്കൾക്കും അതിനുശേഷമായിരിക്കും എത്തിക്കുക. എന്തായാലും ഒരു ആശങ്ക അകന്നിരിക്കുന്നു. അർഷാദിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ താമരശ്ശേരി ഡിവൈഎസ്പിയും സംഘവും ഇപ്പോൾ വൈത്തിരിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.